ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്നല്ലേ, നമുക്ക് ഇന്നൊരു പൈനാപ്പിൾ അച്ചാർ ഉണ്ടാക്കിയാലോ. അപ്പോൾ നമ്മുടെ കാസർഗോഡ് ഇതിനെ നമ്മൾ മുണ്ടച്ചക്ക, കൈതച്ചക്ക എന്നൊക്കെ പറയുമെങ്കിലും ഒഫീഷ്യലി ഇത് നമ്മുടെ പൈനാപ്പിൾ. അപ്പോൾ ഈ പൈനാപ്പിൾ നമ്മൾ ഇന്ന് അച്ചാറിടാൻ പോവുകയാണ്. ഇത് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പൈനാപ്പിളാണ്. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ അച്ചാറിടാൻ ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. അതിൻ്റെ കൂടെ കുറച്ച് പൊടിയും കാര്യങ്ങളെല്ലാം ആവശ്യമുണ്ട്. അപ്പോൾ ഇതൊരു സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. നമ്മൾ ഓയിൽ ഒഴിക്കുന്നു, അതിലേക്ക് കടുകും ഉലുവയും ഇട്ട് അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പിലയും കാര്യങ്ങളും ഇടാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ കടുകിട്ടു, പിന്നീട് ഉലുവ ഇട്ടു, അതിലേക്ക് പച്ചമുളകിട്ടു, പിന്നെ വെളുത്തുള്ളി ഇട്ട് ശേഷം നമ്മുടെ പൊടി, മുളക് പൊടി, അതുപോലെ തന്നെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി കാര്യങ്ങളെല്ലാം ഇട്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മുടെ ശർക്കരയും വിനാഗിരിയും ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ അച്ചാറിൻ്റെ ഏകദേശം പൈനാപ്പിൾ അച്ചാറിൻ്റെ പണി കഴിഞ്ഞു എന്ന് നമുക്ക് പറയാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് അതിലേക്ക് കഷ്ണങ്ങളായി അരിഞ്ഞ പൈനാപ്പിളും കൂടി ഇട്ട് ഒന്ന് സെറ്റാവാൻ വെച്ചാൽ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. അടിപൊളിയാണ്, മസ്റ്റ് ട്രൈ ആണ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.